സ്വാഗതം ചെയ്യുന്നു പ്രീത ബാലകൃഷ്ണനെ വേദിയിലേക്ക്. AVT പ്രീമിയം വനിതാ രത്നം. സഹൃദയരായ കലാസ്നേഹികളെ, ഗുരുജനങ്ങളെ, നിങ്ങൾക്കേവർക്കും ഓച്ചന്തുരുത്ത് ഓമനക്കൂട്ടിന്റെ അഭിവാദ്യങ്ങൾ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിറഞ്ഞ സദസ്സുകളിൽ കയ്യടി വാങ്ങിയ എന്റെ ഈ കഥ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സവിനയം സമർപ്പിക്കുന്നു. എന്റെ കഥയുടെ പേര് 3 പേർ കാത്തിരിക്കുകയാണ്. അമ്മമാരുടെ കണ്ണുകളെ ഈറനണിയിക്കുന്ന ഈ കഥ നടന്നത് കൊച്ചിയിലല്ല കോഴിക്കോട്ടുമല്ലല്ലോ, ഉള്ള 14 ജില്ലയിലല്ല, കുന്നും മരതകടന്നിറഞ്ഞുള്ള പാവയ്ക്ക പോലുള്ള കേരളത്തിൽ. ഈ കഥ നടക്കുന്നത് കേരളം എന്ന കൊച്ചു ഗ്രാമത്തിൽ. നമുക്ക് ആ ഗ്രാമത്തിലേക്കൊന്ന് ചെന്ന് നോക്കാം. തല മുഴുവൻ മണ്ടരി ബാധിച്ച കൊന്ന തെങ്ങുകളുടെ ഇടയിൽ തലയുയർത്തി നിൽക്കുന്ന അച്ചറ്റക്കുടിൽ നിങ്ങൾ കാണുന്നില്ലേ? അതിന്റെ മുറ്റത്ത് ശീമാട്ടിയും ജയലക്ഷ്മിയും കല്യാൺ സിൽക്സും തോറ്റുപോകുന്ന 100% കിഴിവുള്ള ഒരു പട്ടുസാരി വിരിച്ചിട്ടിരിക്കും. അതിനടുത്ത് നിൽക്കുന്ന 2 പേരെ നിങ്ങൾ നോക്കൂ. അത് ആരെല്ലാമാണ്? അത് ചെല്ലപ്പൻ ചേട്ടൻ. അടുത്ത് നിൽക്കുന്നത് കമലാഷ് ചേച്ചി, അദ്ദേഹത്തിന്റെ ഭാര്യ. ചെല്ലപ്പൻ ചേട്ടനും കമലാഷ് ചേച്ചിയും കെട്ടുപ്രായം കഴിഞ്ഞ 3 പെൺമക്കളും സസ്നേഹം സസന്തോഷം അവിടെ ഇതൊന്നും അറിയാതെ ജീവിക്കുകയാണ്. ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെളുപ്പിനടിക്കും, നൈറ്റിലടിക്കും, ഫിറ്റായാൽ കാണുമ്പോൾ 17 അഴകാണ്. അങ്ങനെയുള്ള അച്ഛന്റെ സംരക്ഷണത്തിലാണ് ആ 3 പെൺമക്കൾ തഴച്ചു വളരുന്നത്. ആ പെൺമക്കളെ കുറിച്ച് നാട്ടുകാർക്ക് നല്ലത് പറയാൻ വാക്കുകളില്ല. ചെലപ്പച്ചേട്ടന്റെ ഒഴിവ് സമയം അദ്ദേഹം ചെലവിടുന്നത് പുല്ലേപ്പടിയിലെ പുഷ്പയുടെ ഷാപ്പിലാണ്. അവിടെ തന്റെ ഇഷ്ടവിഷയമായ ആനയെക്കുറിച്ച് വാതോരാതെ തന്റെ ഇഷ്ടത്തോഴനായ തൊമ്മിച്ചേട്ടനുമായി അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരിക്കും. ഈനാൻ ചാത്തിക്ക് മരപ്പെട്ടി കൂട്ട. നമുക്ക് അവരുടെ സംഭാഷണം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. എടാ തൊമ്മി, കഴിഞ്ഞ ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിന് വന്ന ആനകളെ ശ്രദ്ധിച്ചോ? എന്താ ഒരു തലയെടുപ്പ്, എന്താ ഒരു ഗാംഭീര്യം! ഗുരുവായൂർ കേശവൻ, പാമ്പാടി രാജൻ, തിരുവില്ലോമല്ല മണികണ്ഠൻ. പേര് കേട്ടപ്പോ തന്നെ രോമാഞ്ചം വരുന്നു. എടോ, എന്തൊരു വർഗീയത! ആരാടോ ഈ ആനകൾക്കെല്ലാം ഹിന്ദുക്കളുടെ പേരിട്ടത്? എടോ, ഗുരുവായൂർ ജോസഫ് എന്നോ തിരുനക്കര മത്തായിന്നോ ഇടാൻ വയ്യായിരുന്നോടോ? അപ്പൊ പിന്നെ പാത്രം താൻ കൊണ്ടുവരുമോ? പാത്രമോ? മുക്കണ്ടേന്ന്, മാമോദിസ് മുക്കണ്ടേ ആനകൾ. ഇങ്ങനെ വളരെ സോഷ്യലായ ആ ചേട്ടന്റെ പെൺമക്കളും വളരെ സോഷ്യലാണ്. സുന്ദരികളായ ആ പെൺമക്കളെ കാണുമ്പോൾ നാട്ടിലെ യുവാക്കൾ ഓടി ഒളിക്കും. കാരണം എന്തെന്നോ, അവർ ആകെ മൊത്തം ടോട്ടൽ സ്നേഹത്തിന്റെ ഒരു സെറ്റപ്പാണ്. ആറ്റിങ്കരയോരത്ത് ചാഞ്ഞു നിൽക്കും മാവിന്റെ ചോട്ടിൽ ചേട്ട വരുമോ? ഞാൻ തയ്ക്കും ഷോപ്പിന്റെ ബാക്കിലുള്ള വീടിന്റെ സൈഡിൽ ചേട്ട വരുമോ? അതെ, അങ്ങനെ സോഷ്യലായി ആ മക്കളും വളരുകയാണ്. ഇവിടെ 4 സ്ത്രീകൾ, അതും പെൺകുട്ടികൾ പെര നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് വല്ല വിചാരമുണ്ടോ? 4? എന്റെ ലിസ്റ്റ് 3 ഉള്ളല്ലോ. ഉച്ച വിട്ടുതരും ഞാൻ. 4ാമത്തെ ആരടി പറയേ? വിട് മനുഷ്യ, അത് ഞാൻ തന്നെയാ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ അമ്മയ്ക്ക് മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ ചങ്കിൽ ഒരു തീയാണ്. ആ അമ്മയ്ക്ക് മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ ആധയാണ്, വ്യാധിയാണ്, ഖ്യാതിയാണ്, പ്യാടിയാണ്. ഒരു വട്ടമെങ്കിലും മക്കളെ മൂവരെ കെട്ടിച്ചയക്കുവാൻ മോഹം. ഒരു കുപ്പി പോലും അടിക്കാത്തോരാരേലും കണവനായി വന്നിടാൻ മോഹം. കണവനായി വന്നിടാൻ മോഹം. അമ്മയുടെ ദുഃഖം കാണുമ്പോൾ ഇളയ മകൾ ഓടിച്ചെന്ന് ആശ്വസിപ്പിക്കും. അമ്മേ, അമ്മ കരയണ്ടെന്നേ, ഇതിനെല്ലാം ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്.
യു ജസ്റ്റ് വെയിറ്റ് ആൻഡ് സേ. ചിങ്ങമാസം വന്നു ചേർന്നാൽ പിന്നെ ഞാനോ ടാറ്റ ചൊല്ലും. മൂത്ത രണ്ടും നിൽക്കുന്നോണ്ടാ ഇത്ര നാളും വെയിറ്റ് ചെയ്തേ. കവലയിലെ ഗുണ്ടയാണ്, കാര്യങ്ങളൊക്കെയാണ്, ജയിലിൽ നിറങ്ങിയാ മതി. ബൈ ബൈ ബൈ. അമ്മയുടെ ഈ വാക്കുകൾ, അമ്മയ്ക്ക് മകളുടെ വാക്കുകൾ വെള്ളം വീഴാത്ത കോർപ്പറേഷൻ പൈപ്പിലെ വെള്ളം പോലെ ആശ്വാസമേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരാ സന്തോഷ വാർത്ത കേട്ടത്. മൂത്തവളെ കാണാൻ സുന്ദരനും സുമുഖനും സുകുമാരനുമല്ലാത്ത ഒരുത്തൻ എത്തിച്ചേർന്നു. കാൽവിരൽ കൊണ്ട് കളം വരച്ച് സാരിത്തുമ്പിൽ ഒരു 10,000 കെട്ടുകളും ഇട്ടു. ചായയുമായി മന്ദം മന്ദം മുമ്പോട്ട് നീങ്ങി. 4 കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. കൈകൾ വിറച്ചു. അടുത്ത നിമിഷം എന്റെ വിട്ട മിസൈൽ പാകിസ്ഥാന് പകരം ചൈനയിൽ ചെന്നത് പൊട്ടുന്നത് പോലെ അവൾ അലറി. എനിക്ക് ഈ ചെക്കനെ വേണ്ട വേണ്ട വേണ്ട, ഗ്ലാമർ പോരാ പോരാന്നേ, ഗ്ലാമർ പോരാ പോരാന്നേ. ആ സ്നേഹനിധികളായ മാതാപിതാക്കൾ അലറിക്കൊണ്ട് ചോദിച്ചു, പിന്നെ നിനക്ക് ആരെ വേണടി? നടപ്പ് കണ്ടാൽ മോഹൻലാൽ, ലുക്കു കണ്ടാൽ മമ്മൂട്ടിക്ക, സ്റ്റൈല് കണ്ടാൽ സുരേഷ് ഗോപി വേണം. അത് ശരി, മോഹൻലാലിന്റെ നടപ്പ്, മമ്മൂട്ടിയുടെ ലുക്കും സുരേഷ് ഗോപിയുടെ സ്റ്റൈലുമുള്ള ഒരു സുന്ദരനുമായി കാത്ത് മൂത്തവൾ ഉമ്മറപ്പടിയിൽ. ജയിലിൽ നിന്നിറങ്ങുന്ന ഗുണ്ടയെയും കാത്ത് ഇളയവൾ മൂവാണ്ട മാവിന്റെ ചോട്ടിൽ കാത്തിരുന്നു. ഷാപ്പിൽ നിന്നും ഇഴഞ്ഞെത്തുന്ന തൻ്റെ ഭർത്താവിനെയും കാത്ത് കമലാക്ഷിച്ച ചിമ്മാകൂടി ഊതിക്കൊണ്ട് ഉമ്മറപ്പടിയിൽ കാത്തിരുന്നു. സഹൃദയരെ, ഇവരുടെ കാത്തിരിപ്പിന് ഫലമുണ്ടാകുമോ? നമുക്ക് കാത്തിരിക്കാം. ഓച്ചന്തൂർ തോമനക്കുട്ടന്റെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.